Welcome to BSc Main Physics, Semester 1, Class number 6, Unit 1, Chapter 1, Dynamics of Rigid Bodies, Moment of Inertia, and today we see the derivation of moment of inertia of a uniform circular disk. Moment of inertia of a uniform circular disk. Semester 1, Class number 6, BSc Main Physics. And this is a diagram for circular disk, the derivation of moment of inertia. So there are three different cases. When we calculate MI of a disk, circular disk, there are three different cases. One is case A, that is MI of circular disk about an axis through center are perpendicular to the plane. Circular disk MI, case A, MI of a circular disk about an axis through center are perpendicular to its plane. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചാപ്റ്ററിൽ ലൈക്ക് ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആ ചാപ്റ്ററിൽ ഒരു യൂണിഫോം സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഡെറിവേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡെറിവേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ്, ഈ സർക്കുലാർ ഡിസ്കിൻ്റെ ഡയഗ്രമാണ് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. സർക്കുലാർ ഡിസ്ക് ഡയഗ്രാം. അതിൽ സർക്കുലർ ഡിസ്ക് കാണിച്ചിട്ടുണ്ട്. മാസ് എം, ക്യാപിറ്റൽ ആറാണ് റേഡിയസ് താഴെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു Q0 ആ പടത്തിൽ കാണുന്നില്ല, Q0 താഴെയുണ്ട്. Q0 ആണ് ആക്സിസ്. ആ ആക്സിസ് സെൻറ്ററിൽ കൂടി പോകുന്നതാണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. O ആണ് സെൻറ്റർ ഡിസ്കിൻ്റെ. നമ്മൾ MI കണ്ടുപിടിക്കാൻ ഈ സർക്കുലർ ഡിസ്കിനെ അനേകം റിങ്സ് ആയിട്ട് ഭാഗിക്കും, അനേകം കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് ഭാഗിക്കും. ആ രീതിയിലുള്ള ഒരു റിങ്ങാണ് കാണിച്ചിരിക്കുന്നത്, ആ ഷെയ്ഡ് റിങ്. അതിൻ്റെ റേഡിയസ് എക്സ് ആണ്, റേഡിയൽ വിഡ്ത്ത്, അതിൻ്റെ വീതി റേഡിയൽ വിഡ്ത്ത് dx ആണ്. അതാണ് ചിത്രം, സർക്കുലാർ ഡിസ്കിൻ്റെ ചിത്രം നമ്മൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു സർക്കുലാർ ഡിസ്ക്? മാസ് ക്യാപിറ്റൽ എം, റേഡിയസ് ക്യാപിറ്റൽ ആർ, Q0 ആക്സിസ്. ഒരു ഈ ഡിസ്കിനെ നമ്മൾ അനേകം ചെറിയ സർക്കുലാർ റിങ്സ് ആയിട്ട് ഭാഗിക്കും. ആ രീതിയിലുള്ള ഒരു റിങ്ങാണ് കാണിച്ചിരിക്കുന്നത്. ആ സാമ്പിൾ റിങ്ങിൻ്റെ, എലമെൻ്റൽ റിങ്ങിൻ്റെ റേഡിയസ് എക്സ് ആണ്, റേഡിയൽ വിഡ്ത്ത് dx ആണ്. ഇത് നോക്കുക. MI of circular disk about an axis through center and perpendicular to plane. Derivation of DERN. Derivation ചുരുക്കിയിരിക്കുകയാണ്. Derivation of I is equal to mr²/2. I is equal to mr²/2. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡെറിവേഷൻ. കൺസിഡർ എ യൂണിഫോം സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് ക്യാപിറ്റൽ എം, ആ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഏരിയ ഓഫ് ദി ഡിസ്ക്. ഇപ്പം ഇവിടെ ഡിസ്കിൻ്റെ ഏരിയ ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഒരു യൂണിഫോം റോഡാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ആണ് പരിഗണിക്കുന്നത്. ഇവിടെ ഏരിയ പരിഗണിക്കും. ഡിസ്ക് സർക്കുലർ ആണ്, അതുകൊണ്ട് അതിൻ്റെ ഏരിയ നമ്മൾ PR² എന്ന് പറയും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡിഫൈൻ ചെയ്യുന്നത്, മാസ് പെർ യൂണിറ്റ് ഏരിയ, റോ, മാസ് പെർ ഏരിയ M/PR², ഇക്വേഷൻ നമ്പർ 1. ഇങ്ങനെ റോ ഡിഫൈൻ ചെയ്യുന്നത് മിക്കവാറും എല്ലാ ഡെറിവേഷനിലെയും ഒരു പ്രത്യേകതയാണ്. നമ്മൾ യൂണിഫോം റോഡ് അതിൻ്റെ MI പഠിച്ചപ്പോൾ റോ ഈസ് M/L, മാസ് ബൈ ലെങ്ത് എന്ന് പറയും. ഈ ഡിസ്കിന് പ്രധാനപ്പെട്ട അതിൻ്റെ ഫാക്ടർ ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ റോ, മാസ് പെർ ഏരിയ, ദാറ്റ് ഈസ് M/PR² എന്നെടുക്കും. അതാണ് ഇക്വേഷൻ നമ്പർ 1. സോ മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഡിസ്ക് റോ ഈസ് ഈക്വൽ ടു M/PR². Rho is M/PR². Let Q0 be an axis through center are perpendicular to plane. നമ്മൾ പറഞ്ഞതാണ് ആ ആക്സിസ് Q0. ഇമാജിൻ, ഇതാണ് ഐഡിയ. ഇമാജിൻ the circular disk to be divided into a number of small circular rings. ആ സർക്കുലാർ ഡിസ്കിനെ അനേക സർക്കുലർ റിങ്ങുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായി കരുതുക. സർക്കുലർ ഡിസ്കിനെ അനേക സർക്കുലർ റിങ്ങുകളായിട്ട് ഭാഗിക്കുന്നതായി കരുതുക. കൺസിഡർ വൺ സച്ച് റിംഗ് ഓഫ് റേഡിയസ് എക്സ് ആൻഡ് വിഡ്ത്ത് dx. അപ്പോൾ അപ്രകാരം ഒരു റിങ്, എൻ്റെ റേഡിയസ് എക്സ്, റേഡിയൽ വിഡ്ത്ത് dx എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ആ റിങ്ങാണ് ഇവിടെ എടുത്തു വരച്ചിരിക്കുന്നത്.
സർക്കുലർ റിംഗിൽ എടുത്ത് വരച്ചിട്ട് അതിൻ്റെ ഏരിയ കാണുന്ന രീതി പറഞ്ഞിരിക്കുക. ആ സൈഡിലുള്ള പടം നോക്കി ആ റിങ് അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ വരച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് ഒരറ്റം മുറിച്ച് നീട്ടി വെക്കുകയാണ്. നീട്ടി വെച്ചാൽ വീതി ഡി എക്സ് ആയിരിക്കും, നീളം 2πx ആയിട്ട് വരുന്ന സർക്കിൾഫറൻസ്. അതുകൊണ്ട് ഏരിയ ലെങ്തിൻ്റെ ഇവിടെ അടുത്ത് 2πx dx. ആ റിങ്ങിൻ്റെ മാത്രം ഏരിയ നമ്മൾ മുറിച്ച് നീട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊരു ടേപ്പ് പോലെ കിട്ടും. അതിൻ്റെ ഏരിയ ലെങ്തിൻ്റെ ഇവിടെ അടുത്ത് ലെങ്ത് സർക്കിൾഫറൻസ് 2πx × dx, അതാണ് ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് ദ റിംഗ് സ്മോൾ എലമെൻറ്റ് വി കോൾഡ് ദ സ്മോൾ എലമെൻറ്റ് is equal to 2πx dx. Therefore mass of the small element, മാസ് കാണാൻ ഈ ഏരിയയെ റോഡ് ഗുണിച്ചാൽ മതി, മാസ് പെർ യൂണിറ്റ് ഏരിയ കൊണ്ട് ഗുണിച്ചാൽ മതി. Therefore mass of the small element equal to rho into 2πx dx. അപ്പോൾ ഈ സ്മോൾ എലമെൻ്റ് റിങ്ങിൻ്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എം ഐ കാണണം. എം ഐ കാണാനായിട്ട് നമ്മൾ mr² എന്നുള്ള ഇക്വേഷൻ ജനറൽ ഫോർമുല അപ്ലൈ ചെയ്യും. എം ഐ ഓഫ് ദി എലമെൻറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു r², 2πx rho dx into x², 2π rho x³ dx, x into x² is x³ dx. Therefore mi of the whole disk is obtained by integrating the above expression between limits x is equal to 0 and r. അങ്ങനെ ഒരു സ്മോൾ എലമെൻ്റൽ റിങ്ങിൻ്റെ എം ഐ കണ്ടുപിടിച്ചാൽ കംപ്ലീറ്റ് ഡിസ്കിൻ്റെ എം ഐ കാണാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്താ ലിമിറ്റ്? എക്സ് 0 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു ആർ. സോ എം ഐ ഓഫ് ദി ഹോൾ ഡിസ്ക്, സർക്കുലാർ ഡിസ്ക്, ഈസ് ഗിവൺ ബൈ ഐ ഈസ് ഈക്വൽ ഇൻറ്റഗ്രൽ 0 to r 2π rho s³ dx. ആ 2π rho ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റഗ്രേഷൻ സൈനിൻ്റെ മുന്നിൽ കൊടുക്കാം. Therefore I is equal to 2π rho integral 0 to r s³ dx. ആ 2π rho ഇൻ്റഗ്രേഷൻ സൈനിൻ്റെ മുന്നിലേക്ക് മാറ്റിയാൽ നമുക്ക് കിട്ടുന്നത് 2π rho integral 0 to r s³ dx. ദാറ്റ് ഈസ് 2π rho ഇൻറ്റു x³നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁴/4 ഫ്രം 0 to r. ലിമിറ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുക്കും, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം. ഈ ലിമിറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് I is equal to 2π rho/4 r is to 4 minus 0. That is I is π rho/2, 2 cancel ചെയ്യും, π rho/2 r is to 4. Put in the value of rho നമ്മൾ നേരത്തെ പഠിച്ചു m/πr². അത് ആ വാല്യൂ ഇതിനകത്ത് കൊടുക്കുക. ദാറ്റ് ഈസ് I is equal to π/2 ഇൻറ്റു m/πr² ഇൻറ്റു r is to 4. ഒരു r² വെട്ടിപ്പോവും, ഒരു പൈ വെട്ടിപ്പോയിട്ട് I is equal to mr²/2, mr²/2. And this is the mi of a circular disk about an axis passing through center and perpendicular to plane. ഇനി ഇതിൻ്റെ റേഡിയസ് ഓഫ് ജനറേഷൻ കാണുന്ന ഒരു രീതിയുണ്ട്, അതും ചോദിക്കുന്നതാണ്. എന്താണ് സർക്കുലർ ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റേഡിയസ് ഓഫ് ജനറേഷൻ? നോട്ട് ദ റേഡിയസ് ഓഫ് ജനറേഷൻ കെ എങ്ങനെ കാണും? ഹിയർ ഫോർ ഡിസ്ക് വി ഹാവ് സീൻ I is mr²/2, but the general equation for mi is I is mk². So comparing k² is r²/2, k r/√2. k is r/√2 എന്ന് കിട്ടും. ഇനി കേസ് ബി, mi of circular disk about a diameter. Derivation of I is mr²/4. ഇപ്പോൾ ഡയമീറ്റർ അടിസ്ഥാനപ്പെടുത്തി mi കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഡയമീറ്റർ അടിസ്ഥാനപ്പെടുത്തി mi കണ്ടുപിടിക്കാൻ നമ്മൾ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് അപ്ലൈ ചെയ്യണം. തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പോൾ ആ ഡിസ്ക് നമ്മൾ റീഡ്രോ ചെയ്തിരിക്കുകയാണ്. എ ബിയും സി ഡിയും പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സാണ്. P0 Q0 പെർപെൻഡിക്കുലർ ആക്സിസ് ഇപ്പോൾ നമ്മൾ പഠിച്ച ആക്സിസാണ്, മനസ്സിലാക്കിയ ആക്സിസാണ്. ഈ 3 ആക്സിസും ഓയിൽ മീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് അപ്ലൈ ചെയ്യാം. ലെറ്റ് എ ബി ആൻഡ് സി ഡി ബി 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ്. അവർ 2 പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സാണ്. ഒന്ന് എക്സ് ഡയറക്ഷനിൽ, മറ്റത് വൈ ഡയറക്ഷനിൽ. P0 Q0 ഇസഡ് ഡയറക്ഷനിൽ. ലെറ്റ് എ ബി ആൻഡ് സി ഡി be 2 mutually perpendicular
diameters. P0 Q0 is a perpendicular axis through the center. The theorem of perpendicular axis is, നമുക്കറിയാവുന്ന theorem of perpendicular axis അപ്ലൈ ചെയ്യണം. By the theorem of perpendicular axis, IZ is equal to IX plus IY. IX നമ്മൾ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഐ സെഡ് ആദ്യം പറയാം. ഐ സെഡ് അത് P0 Q0 ആണ്. I P0 Q0 equal to MR square by 2. We have just seen. And IX is equal to IAB, first diameter. That is I diameter, that we write as I question mark. And IY, that is ICD, perpendicular diameter. That is I diameter is equal to, that is also we mark as I. Therefore, theorem of perpendicular axis become I Z is X plus IY, MR square by 2 is equal to I plus I, 2I is MR square by 2, that is I is equal to MR square by 4. And this is the moment of inertia of a circular disc about a diameter on its plane. ഇതാണ് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ ഡയമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള MI. അപ്പോൾ നേരത്തെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി കണ്ടുപിടിച്ചത് MR square by 2 എന്നാണ്. ഇവിടെ ഡയമീറ്ററിന് അടിസ്ഥാനപ്പെടുത്തി MI കണ്ടാൽ നമുക്ക് കിട്ടുന്നത് MR square by 4 ആണ്. ഇനി കേസ് MI ഓഫ് എ സർക്കുലർ ഡിസ്ക് എബൌട്ട് എ ടാൻജൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. അപ്പോൾ നമ്മൾ ടാൻജൻറ്റ് വരക്കാൻ പോകും. അപ്പോൾ ടാൻജൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി MI പറഞ്ഞാൽ കിട്ടുന്നത് MI of circular disk about a tangent is given by I is 5/4 MR square. New value I is 5/4 MR square. അപ്പോൾ അതിന് നമ്മൾ ടാൻജൻറ്റ് വരച്ച് കാണിക്കണം. ഈ പടം നോക്ക്, ടാൻജൻറ്റ് AB ഡയമീറ്റർ, CD ടാൻജൻ്റ് ആണ്. നമുക്ക് I ടാൻജൻറ്റ് I CD കാണണം. അവ രണ്ട് പെർപെൻഡിക്കുലർ ആക്സ്, ആ രണ്ട് പാരലൽ ആക്സ് എന്ന് വിചാരിക്കുകയാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 ആയിട്ട് വരും റേഡിയസ് ഓഫ് ഡിസ്ക്. അപ്പോൾ പടത്തിൽ AB ഡയമീറ്റർ, CD ടാൻജൻറ്റ് രണ്ടും പാരലായിട്ട് വരച്ചിരിക്കുകയാണ്. 6 റേഡിയസ് ആണ്. അത് രണ്ട് ആക്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് തിയറം ഓഫ് പാരലൽ ആക്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ I is equal to 5/4 MR square കിട്ടും. You see, CD is a tangent parallel to the diameter AB of the circular disc. We have to find ICD. By the theorem of parallel axis, I is I0 plus MA square. ഇവിടെ പാരലൽ ആക്സ് തിയറം അപ്ലൈ ചെയ്യാൻ. ICD, I is ICD, that is I TGT. TGT means tangent. I TGT question mark. അതിനെ നമ്മൾ I എന്ന് വിളിച്ച ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ I diameter is IAB. or I നമുക്ക് അയ്യാണ് കണ്ടുപിടിക്കേണ്ടത്. I ടാൻജൻറ്റ് കാണാം, I ടാൻജൻറ്റ്. പിന്നെ I ഡയമീറ്റർ കേട്ടോ, I ഡയമീറ്റർ or I0. I0 is IAB, I ഡയമീറ്റർ MR square by 4 അങ്ങനെ എടുക്കണം. തിയറം ഓഫ് പാരലൽ ആക്സ് എടുക്കുമ്പോൾ A is R, therefore I is I0 plus MA square, that is I is equal to MR square by 4. That is I0 plus MA square. A is equal to R. Therefore MR square. Adding, we get I is equal to 5/4 MR square. കാരണം MR square by 4, 1/4 ആണത്. MR square 1 ആണ്. 1 1/4 കൂട്ടിയാൽ 1/4, 5/4. 5/4. I is equal to 5/4 MR square. ആൻസർ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ എസ്സേ ടൈപ്പ് 15 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ബാക്കി 2 ഷോർട്ട് ആൻസറാണ് 2 മാർക്സിൻ്റെ. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ ഡിറൈവ്, ഒരു ഡി മതി, ക്യാപിറ്റൽ ഡി മതി. ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ MI ഓഫ് എ സർക്കുലർ ഡിസ്ക്. A, about an axis through center and perpendicular to plane. B, about its diameter. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം പറയണം. ടാൻജൻറ്റിനെ ആധാരമാക്കിയുള്ള MI ഒഴിച്ച് ബാക്കിയെല്ലാം പറയാം. അടുത്ത 2 ഷോർട്ട് ആൻസർ കൊടുത്തിരിക്കുകയാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഗീവ് ദി എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ഡിസ്ക്.
അത് നമ്മൾ r/√2 എന്ന് പറഞ്ഞില്ലേ, അതാണ്. അത് കണ്ടുപിടിച്ച് കാണിക്കണം. നമ്പർ 3, ഒബ്റ്റൈൻ ആൻ എക്സ്പ്രഷൻ ഫോർ MI ഓഫ് എ സർക്കുലർ ഡിസ്ക് എബൌട്ട് എ ടാൻജൻറ്റ്. അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് 5/4 mr² എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. എൻ്റെ ഒരു പേപ്പർ നമ്മൾ മൊത്തം പേപ്പർ എടുത്താൽ അതിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് MI ഓഫ് സർക്കുലർ ഡിസ്ക്. That is all with your 6th lecture on paper 1. Thank you very much.